നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം വേജസ് ഓഫീസ് ആഫ്റ്റർ 36 years ഓഫ് സർവീസ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ മുഴുവൻ അധ്യാപക വൃന്ദത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഗുരുവന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുന്നു. ധാരാളം അധ്യാപകർ എന്നോട് KERഉം KE ആക്റ്റും എടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. പല അസൗകര്യങ്ങൾ കൊണ്ട് മറ്റു വിഷയങ്ങളിലൊക്കെ വ്യാപൃതനായിരുന്നതുകൊണ്ട് ഇതുവരെ സാധിച്ചില്ല, ക്ഷമിക്കുക. ഇന്ന് നമ്മൾ കേരള എഡ്യൂക്കേഷൻ ആക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് ഇനി ഇടുന്നുണ്ട്. വിശേഷിച്ചും PSC ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഇടാം. അതിന് മുമ്പ് നമ്മൾ ശരിക്കും കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 എന്താണെന്ന് വിശദമായി നോക്കാം. അതുപോലെ തന്നെ കേരള എഡ്യൂക്കേഷൻ റൂൾസ് 1959ഉം അതിൻ്റെ മാറ്റർ എന്താണെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തെളിയുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ ക്രമമായി ലഭിക്കും. ഓരോന്നും ഞാൻ ഓരോ സബ്ജക്റ്റും, ഇപ്പോൾ KSR, KTC, ഫൈനാൻഷ്യൽ കോഡ്, ഇതൊക്കെ ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. പിന്നെ പുതുതായിട്ടിടുന്ന ഓരോ വീഡിയോസും അതേസമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ഇക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 ഡെഫിനിഷൻസ് ആണ്. അതിൻ്റെ സെക്ഷൻ 2, വാട്ട് ഈസ് എയ്ഡഡ് സ്കൂൾ? Aided school means a private school which is recognized by and is receiving aid from the government. It shall not include education institutions entitled to receive grants under Article 337 of the Constitution. അപ്പോൾ നമുക്ക് അത്രയും നോക്കാം. എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രൈവറ്റ് സ്കൂൾ. പക്ഷേ ഒരു പ്രത്യേകതയുള്ള, ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്റിനാൽ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനമായിരിക്കണം. അതുപോലെ തന്നെ അതിന് ഗ്രാൻഡ് ലഭിക്കുന്ന സ്ഥാപനവുമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡിന് എയ്ഡിൻ്റെ വാങ്ങിയിട്ടാണ് ആ സ്കൂൾ റൺ ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളെയാണ് എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഷാൽ നോട്ട് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഗ്രാൻറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 337 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഭരണഘടനയുടെ 337 അനുച്ഛേദത്തിൽ വിവക്ഷിച്ചിരിക്കുന്ന സ്കൂളുകൾ എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾസാണ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുകളെ നമ്മൾ എയ്ഡഡ് സ്കൂളായിട്ട് പരിഗണിക്കുന്നതല്ല. But if such institutions receive aid in excess of the grants to which they are entitled, then they also come under the definition of aided schools. അപ്പോൾ അവർ നോർമലി പിന്നെ അങ്ങനെയുള്ള സ്കൂളുകളെ, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സ്കൂളുകളെ നമ്മൾ എയ്ഡഡ് സ്കൂളായിട്ട് കണക്കാക്കുന്നില്ല എങ്കിലും ഒരു ഇൻ എക്സസ് ഓഫ് ദി ഗ്രാൻറ്റ്സ്, അതായത് അങ്ങനെയുള്ള ഗ്രാൻറ്റിന് മറികടന്ന് അതിലധികമായിട്ട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്കൂളുകളാണ്, അങ്ങനെയുള്ള സ്കൂളുകളാണെങ്കിൽ അവയൊക്കെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കമ്മ്യൂണിറ്റിയുടേതാണെങ്കിലും എയ്ഡഡ് സ്കൂളായിട്ടാണ് കണക്കാക്കപ്പെടുക. ദെൻ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് ദി അതോറിറ്റി ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 17 ഓഫ് ദി ആക്ട്. അതായത് കേരള എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ 17 എന്ന് പറയുന്ന സെക്ഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതോറിറ്റിയാണ് നമ്മൾ കേരള എഡ്യൂക്കേഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്നുണ്ട്. DPCയുടെ ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റികളും ഒക്കെ ചേർന്നിട്ട്
ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന സ്കൂളുകളെയൊക്കെ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ അതോറിറ്റി ആയിരിക്കും നിയന്ത്രിക്കുക. ദെൻ എഡ്യൂക്കേഷണൽ ഏജൻസി എന്ന് പറയുന്നത് എനി പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് പെർമിറ്റഡ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എനി പ്രൈവറ്റ് സ്കൂൾ അണ്ടർ ദിസ് ആക്ട്. അത് ഒരു വ്യക്തിയാവാം, ഒരു സമുദായമാവാം, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആവാം. അങ്ങനെയുള്ള അവരെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂൾ അവരാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഏജൻസികളെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഏജൻസി എന്ന് വിവക്ഷിക്കുന്നത്. അടുത്തത് മൈനോറിറ്റി സ്കൂളാണ്. സ്കൂൾസ് ഓഫ് ദി ചോയ്സ് ഓഫ് മൈനോറിറ്റീസ് based on religion or language, class 1 article 30 of the constitution, established and administered by such minorities as have the right to do so. അപ്പോൾ മൈനോറിറ്റി സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 30 അനുസരിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ റിലിജിയൻ്റെയോ ലാംഗ്വേജിൻ്റെയോ ഒക്കെ ബേസിസിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് നടത്തുന്ന സ്കൂളുകളെയാണ് മൈനോറിറ്റി സ്കൂൾ എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് സ്കൂൾ മീൻസ് ആൻ എയ്ഡഡ് ഓർ റെക്കഗ്നൈസ്ഡ് സ്കൂൾ എന്നാണ്. പ്രൈവറ്റ് സ്കൂൾ രണ്ട് വിധത്തിൽ പറയാം. എയ്ഡഡ് സ്കൂൾ, ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകളും അല്ലാതെയുള്ള പ്രൈവറ്റ് സ്കൂളുകളും രണ്ടും പ്രൈവറ്റ് സ്കൂളിൻ്റെ ഡെഫിനിഷനിലാണ് വരുന്നത്. ദെൻ റെക്കഗ്നൈസ്ഡ് സ്കൂൾ മീൻസ് എ പ്രൈവറ്റ് സ്കൂൾ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് അണ്ടർ ദിസ് ആക്ട്. 1958 KE ആക്ട് അനുസരിച്ച് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള സ്കൂളുകളെയാണ് റെക്കഗ്നൈസ്ഡ് സ്കൂൾ എന്ന് പറയുന്നത്. ദെൻ സ്കൂൾ മീൻസ് സ്കൂൾ ഇൻക്ലൂഡ്സ് എന്തൊക്കെ ചേർന്നതാണ് ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെന്നാണ്. അത് ദ ലാൻഡ്, ബിൽഡിങ്സ്, പ്ലേ ഗ്രൗണ്ട്സ് ആൻഡ് ഹോസ്റ്റൽസ് ഓഫ് ദി സ്കൂൾ ആൻഡ് ദ മൂവബിൾ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഫർണിച്ചർ, ബുക്സ്, അപ്പാരറ്റസ്, മാപ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് പെർട്ടൈനിങ് ടു ദി സ്കൂൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന തന്നെയാണ് നമ്മൾ സ്കൂൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെക്ഷൻ 3 ഓഫ് ദി ആക്ട് ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് സ്കൂൾസ്. ദ ഗവൺമെൻറ് റെഗുലേറ്റ്സ് ദ പ്രൈമറി ആൻഡ് അതർ സ്റ്റേജസ് ഓഫ് ദി എഡ്യൂക്കേഷൻ ആൻഡ് കോഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ്. അതായത് ഗവൺമെൻറ് സ്കൂളിലെ ആയാലും എയ്ഡഡ് സ്കൂളിലെ ആയാലും പ്രൈവറ്റ് സ്കൂളിലെ ആയാലും അതിൻ്റെ സ്റ്റേജസ്, ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി അങ്ങനെയൊക്കെ പറയുന്ന ഓരോ സ്റ്റേജും നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. അതുപോലെ കോഴ്സസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടേണ്ടതുണ്ട്. ആൻഡ് പ്രൈവറ്റ് സ്കൂളിലായാലും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഓരോ കോഴ്സും നടത്താൻ സാധിക്കൂ. ദെൻ ദ ഗവൺമെൻറ് ടേക്സ് സ്റ്റെപ്സ് ഫോർ പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ഫോർ ജനറൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ ദ ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്. ഗവൺമെൻറ് അതുപോലെ പല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതായത് ഒരു സ്കൂളിന് ആവശ്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ആൻഡ് ഫോർ ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്, അവർക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് നൽകാനുള്ള സംവിധാനവും TTC, B.Ed, M.Ed ആ രീതിയിലുള്ള ട്രെയിനിങ് കോഴ്സുകളും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ദ ഗവൺമെൻറ് മേ എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ സ്കൂൾസ്. ഗവൺമെൻറ് സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്. ആൻഡ് പെർമിറ്റ് എനി പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എയ്ഡഡ് സ്കൂൾസ്. അതുപോലെ പ്രൈവറ്റ് ഏജൻസികളെയും വ്യക്തികളെയും ഈ കാര്യത്തിൽ ഗവൺമെൻറ് സഹായിക്കുന്നുണ്ട്. കാരണം ഗവൺമെൻറ്റിന് മാത്രമായിട്ട് വിദ്യാഭ്യാസ മേഖല മുഴുവൻ കൈകാര്യം ചെയ്യാൻ സാധ്യമായി എന്ന് വരില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രൈവറ്റ് മേഖലയെ കൂടി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് സഹകരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദെൻ റെക്കഗ്നൈസ് എനി സ്കൂൾ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ എനി പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ്. അപ്പോൾ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരെ റെക്കഗ്നൈസ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങളും സഹകരണങ്ങളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആക്ടിൻ്റെ സെക്ഷൻ 4 പറയുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് എന്നാൽ എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ്
advising the government on matters pertaining to educational policy and administration of the Department of Education of the government may, by notification in the government, constitute a state education advisory board. അപ്രകാരം ഒരു ബോർഡ്, അതായത് ഗവൺമെൻറ്റിനെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ പോളിസി നിശ്ചയിക്കുന്ന, എഡ്യൂക്കേഷൻ പോളിസി നിശ്ചയിക്കുന്നതിലും അതുപോലെ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി റിപ്പോർട്ടുകളൊക്കെ ഗവൺമെൻറ്റിന് കാലാകാലങ്ങളിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ബോർഡ്, നോൺ ആസ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് എ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് ഒഫീഷ്യൽസ് ആൻഡ് നോൺ ഒഫീഷ്യൽസ് ലൈക്ക് VC, വൈസ് ചാൻസലേഴ്സ് ഉണ്ട്, DPA ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, DTE ഉണ്ട്, DHS ഉണ്ട്. ഇതുപോലുള്ള ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സും മറ്റ് പ്രമുഖരായ വ്യക്തികളെയും ചേർത്തിട്ടാണ് ഇങ്ങനെയൊരു എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് ഗവൺമെൻറ് സ്ഥാപിച്ചിരിക്കുന്നത്. Then the term of office of the members of the board other than ex officio members, ഇപ്പോൾ പിന്നെ DPAയോ DTA ഒക്കെ അവർ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സാണ്. അതുകൂടാതെ തന്നെ അവരുടെ ടേം ഓഫ് ഓഫീസ് മറ്റുള്ളവരുടേത് എന്ന് പറയുന്നത് 3 years ആയിരിക്കും. അപ്പോൾ ഓരോ 3 years കഴിയുമ്പോഴും മറ്റൊരാളിനെ ആ സ്ഥലത്ത് അപ്പോയിൻ്റ് ചെയ്യുന്നതായിരിക്കും. ദ ബോർഡ് ഷാൽ പ്രസൻറ്റ് ആനുവലി ടു ദി ഗവൺമെൻറ് എ റിപ്പോർട്ട് ഓഫ് ദി അഡ്വൈസ് ഗിവൺ ടു ദി ഗവൺമെൻറ് ആൻഡ് ഓൺ റെസീറ്റ് ഓഫ് സച്ച് റിപ്പോർട്ട് ദ ഗവൺമെൻറ് ഷാൽ ലേ ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എ മെമ്മോറാണ്ടം എക്സ്പ്ലെയിനിങ് മാറ്റേഴ്സ് വെയർ ദി അഡ്വൈസ് ഓഫ് ദ ബോർഡ് വാസ് നോട്ട് അക്സെപ്റ്റഡ് ആൻഡ് ദ റീസൺസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്. ഇപ്പം ഞാൻ പറഞ്ഞു, കാലാകാലമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അത് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചും പ്രോഗ്രസീവ് ആയിട്ടുള്ള സജഷൻസൊക്കെ ഈ ബോർഡ് സമർപ്പിക്കാറുണ്ട്. അതിൽ ഗവൺമെൻറ്റിന് സ്വീകരിക്കാവുന്നതൊക്കെ അവർ സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. പക്ഷേ സ്വീകരിക്കാൻ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സമർപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പരിഹാരം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് തേടുകയും ചെയ്യും. അടുത്ത സെക്ഷൻ 5A, മാനേജ്മെൻറ്റ് ഓഫ് എവരി ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ. ദി മാനേജ്മെൻറ്റ് ഓഫ് എവരി ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ ടേക്കൺ ഓവർ ഓർ അക്വയർഡ് ബൈ ദി ഗവൺമെൻറ് ഷാൽ വെസ്റ്റ് ഇൻ ദി ലോക്കൽ അതോറിറ്റി നോട്ടഡ് ബിലോ. ഇപ്പോൾ പഞ്ചായത്ത് രാജ് ആക്റ്റും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്റ്റും കേരള മുനിസിപ്പാലിറ്റി ആക്റ്റും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം സ്കൂളുകളൊക്കെ അവരുടെ കാറ്റഗറി അനുസരിച്ച് പഞ്ചായത്തിന് എൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൈമറി സ്കൂൾ, പ്രൈമറി സ്കൂൾസ് ഇൻ റൂറൽ ഏരിയാസ് അതൊക്കെ വില്ലേജ് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദെൻ ഹൈസ്കൂൾസ് ഇൻക്ലൂഡിംഗ് LP UP അറ്റാച്ച്ഡ് ടു ഹൈസ്കൂൾസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ഇതൊക്കെ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദെൻ സ്കൂൾസ് ഇൻ അർബൻ ഏരിയാസ് അത് മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലാണ്, ഭരണത്തിന് കീഴിലാണ്. അടുത്ത സെക്ഷൻ 5B, റെസ്ട്രിക്ഷൻ ഓൺ ഏലിയനേഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഗവൺമെൻറ് സ്കൂൾസ്. അതായത് ഗവൺമെൻറ് സ്കൂളുകളുടെ പ്രോപ്പർട്ടി അന്യാധീനപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെയിൽ, മോർട്ട്ഗേജ്, ലീസ്, പ്ലഡ്ജ്, charge or transfer of possession of any land appurtenant to government schools vested with the local authority shall not be made. അതായത് ഗവൺമെൻറ് സ്കൂളുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലം അത് വിൽക്കാനോ മോർട്ട്ഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ വിട്ടുകൊടുക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല. ആൻഡ് ലാൻഡ് അപ്പർട്ടനൻറ്റ് ടു ഗവൺമെൻറ് സ്കൂൾ, ഗവൺമെൻറ് സ്കൂളുമായി ചേർന്ന ഇതുപോലെയുള്ള പ്രോപ്പർട്ടി ഒന്നും അന്യാധീനപ്പെടാൻ, ഏലിയനേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ദെൻ സച്ച് ലാൻഡ് ഷാൽ നോട്ട് ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ് അതർ ദാൻ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇപ്പോൾ കുട്ടികളുടെ ഗ്രൗണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഓടി നടന്ന് കളിക്കാനോ ഒക്കെയുള്ള ഒരു സ്ഥലമാണത്. അതിനെ ഏതെങ്കിലും തരത്തിൽ അന്യാധീനപ്പെടുത്തുന്നു എങ്കിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊരു പർപ്പസിനും അങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തുന്നത് ഗവൺമെൻറ് അനുവദിക്കില്ല. ദെൻ ഫോർ ദ പർപ്പസ് ഓഫ് വൈഡനിങ് ഓഫ് റോഡ്സ് സച്ച് ലാൻഡ് മേ ബി സറണ്ടേഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് ഗവൺമെൻറ്, ബട്ട് ദർ ഈസ് ആൻ എക്സെപ്ഷൻ ടു ദിസ്.
അതായത് ഒരു കാര്യത്തിൽ മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ സ്കൂളിനോട് ചേർന്ന കുറച്ച് സ്ഥലം ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ പാർട്ടായിട്ട് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്യുന്നെങ്കിൽ ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതാണ്. ദെൻ സെക്ഷൻ 6 റെസ്ട്രിക്ഷൻ ഓൺ ഏലിയനേഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് എയ്ഡഡ് സ്കൂൾസ്. അതുപോലെ തന്നെയാണ് എയ്ഡഡ് സ്കൂളിൻ്റെ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് അന്യാധീനപ്പെടുന്നതിനെക്കുറിച്ചാണ്. സെയിൽ, മോർഗേജ്, ലീസ്, പ്ലഡ്ജ്, ചാർജ് ഓർ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ ഷാൽ ബി മെയ്ഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് DEO. എയ്ഡഡ് സ്കൂളാണ്, അത് പ്രൈവറ്റ് സ്കൂളാണ്, അതിൻ്റെ ഓണർഷിപ്പ് പ്രൈവറ്റ് ഏജൻസിയിലോ വ്യക്തിയിലോ ആണ് എന്ന് ധരിച്ച് ആ പ്രോപ്പർട്ടിയും ഏലിയനേറ്റ് ചെയ്യുന്നതിന് പ്രതിബന്ധങ്ങളുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ മുൻകൂറായിട്ടുള്ള അനുവാദം വാങ്ങിയിട്ട് വേണം. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ എയ്ഡഡ് സ്കൂളിനും ആ വിധം ചെയ്യാൻ സാധ്യമാകൂ. സോ ദ DEO ഷാൽ ഗ്രാൻഡ് സച്ച് പെർമിഷൻ ഇഫ് ഈസ് ഷുവർ ദാറ്റ് സച്ച് പെർമിഷൻ വിൽ നോട്ട് അഫക്റ്റ് ദ വർക്കിംഗ് ഇൻ ദ സ്കൂൾ. അതായത് പരിധിയിൽ കഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് എങ്കിൽ വേണമെങ്കിൽ DEOയ്ക്ക് അത് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതിനുള്ള അനുവാദം കൊടുക്കാവുന്നതാണ്. ദെൻ ട്രാൻസാക്ഷൻ മെയ്ഡ് ഇൻ വയലേഷൻ ഓഫ് ദി എബോവ് പ്രൊവിഷൻ ഷാൽ ബി നൾ ആൻഡ് വോയിഡ്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ DEOയുടെ അംഗീകാരം കൂടാതെ, അനുവാദം കൂടാതെ അന്യാധീനപ്പെടുത്തിയാൽ അത് നിലനിൽക്കുന്നതല്ല. ദെൻ ഇൻ സച്ച് എ കേസ് ഓഫ് വയലേഷൻ ദ ഗവൺമെൻറ് മേ വിത്ത്ഹോൾഡ് എനി ഗ്രാൻഡ് ടു ദ സ്കൂൾ. അതൊരു പണിഷ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അങ്ങനെ ഗവൺമെൻറ് അറിയാതെ രഹസ്യമായിട്ടൊരു ട്രാൻസാക്ഷൻ നടന്നാൽ ആ സ്കൂളിനുള്ള ഗ്രാൻറ്റിൻ്റെ ഗവൺമെൻറ്റിന് പിൻവലിക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. അടുത്തത് മാനേജേഴ്സ് ഓഫ് എയ്ഡഡ് സ്കൂൾസ് ആണ്. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 5 ലിസ്റ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ of every year, the manager of every aided school shall furnish a statement of list of movable, immovable properties of the school with the prescribed particulars. അതായത് ഓരോ വർഷവും ഏപ്രിൽ 1-ാം തീയതി ഓരോ സ്കൂളിൻ്റെയും മാനേജർമാർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്, അതായത് മൂവബിൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ഒരു വിവരണ പട്ടിക ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ടതുണ്ട്. ആൻഡ് ദിസ് ഷുഡ് ബി സെൻഡ് ടു ആൻ ഓഫീസർ ആസ് ഓതറൈസ്ഡ് ബൈ ദി ഗവൺമെൻറ്. അത് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു, ചിലപ്പോൾ DEO ആവാം അല്ലെങ്കിൽ DD ആവാം, ആരാണോ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള അതോറിറ്റിക്ക് അത് ഫർണിഷ് ചെയ്യേണ്ടതാണ്. ഇഫ് ഹി ഫർണിഷസ് ഫാൾസ് ഓർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ ഗവൺമെൻറ് വിത്ത് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ടു ദ സ്കൂൾ. അങ്ങനെ തെറ്റായിട്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ മറച്ചു വെക്കുന്നുവെങ്കിൽ ഗവൺമെൻറ് ഈസ് ഫ്രീ ടു വിത്ത് ദി ഗ്രാൻഡ്. അങ്ങനെയുള്ള സ്കൂളുകൾക്കുള്ള ഗ്രാൻഡ് നിർത്തലാക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് മാനേജേഴ്സ് ഓഫ് ദ സ്കൂൾസ് ആണ് സെക്ഷൻ 7 പറയുന്നത്. എനി എഡ്യൂക്കേഷണൽ ഏജൻസി മേ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ടു ബി മാനേജർ ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ സബ്ജക്റ്റ് ടു ദി അപ്രൂവൽ ഓഫ് ദി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്. ഒരു എഡ്യൂക്കേഷണൽ ഏജൻസി, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനമാണ്, ഇപ്പോൾ NSS അല്ലെങ്കിൽ SNDP, കാത്തലിക് മാനേജ്മെൻറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള ഏജൻസീസ് നടത്തുന്ന സ്കൂളുകളിൽ ദേ ക്യാൻ അപ്പോയിൻ്റ് എ മാനേജർ. ആൻ എഡ്യൂക്കേഷണൽ ഏജൻസി മേ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ടു ബി ദ മാനേജർ ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ സബ്ജക്റ്റ് ടു ദി അപ്രൂവൽ ഓഫ് ദി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്. അതായത് പ്രൈവറ്റ് ഏജൻസീസിന്, ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ നടത്തുന്ന പ്രൈവറ്റ് ഏജൻസീസിന്, ഫോർ എക്സാമ്പിൾ NSS, SNDP, കാത്തലിക് മാനേജ്മെൻറ്റ്സ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഘടനകൾക്ക് അവർക്ക് ഓരോ സ്കൂളും നടത്തുന്നതിനാവശ്യമായിട്ടുള്ള മാനേജേഴ്സിനെ തിരഞ്ഞെടുക്കാം. പക്ഷേ അവരെ ഓതറൈസ് ചെയ്യുന്നത്, അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. സബ്ജക്റ്റ് ടു ദി അപ്രൂവൽ ഓഫ് ദി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്. അവർ സെലക്ട് ചെയ്യുന്ന ആളിനെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ആ സ്കൂളിൻ്റെ ഭരണ സാരഥ്യം ഏൽപ്പിക്കാവുന്നതാണ്. ദെൻ ദ മാനേജർ ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ദി സ്കൂൾസ്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മാനേജരാണ് ആ സ്കൂളിൻ്റെ ഭരണപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇനി മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സ്കൂൾ ഷാൽ ബി ഇൻ ദ പൊസഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ മാനേജർ. അതായത് സ്കൂളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ കണ്ടു, ലാൻഡ്, ബിൽഡിങ്,
equipments, furniture, everything will be under the possession of the manager. Manager ആയിരിക്കും അതിൻ്റെ എല്ലാം അധികാരി. He shall maintain them in proper and good condition. അതെല്ലാം കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും മാനേജറിൽ നിക്ഷിപ്തമാണ്. Then he shall maintain the records and accounts of the school in the manner prescribed by government. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഭരണപരമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ റെക്കോർഡ്സുകൾ രജിസ്റ്റേഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ മാനേജറുടെ നിരീക്ഷണത്തിലും അല്ലെങ്കിൽ നിയന്ത്രണത്തിലും ആയിരിക്കും. ആൻഡ് ഹീ ഈസ് ബൗണ്ട് ടു അഫോർഡ് ആൾ അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് ദ സ്കൂൾ. ഇപ്പോൾ ഉദാഹരണത്തിന് DEO അല്ലെങ്കിൽ AEO അല്ലെങ്കിൽ DD ഒക്കെ സ്കൂൾ ഇൻസ്പെക്ഷന് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതയും ഈ മാനേജർക്കാണ്. Then he shall not close down a school without giving 1 year's notice, expiring with the 31st May to the officer authorized by the government. പക്ഷേ അധികാരമുണ്ട് എന്ന് ധരിച്ചിട്ട് ആരുടെയും അനുവാദമില്ലാതെ സ്കൂള് ഏകപക്ഷീയമായി അടച്ചിടാനുള്ള അധികാരം ഒരിക്കലും ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതായത് എക്സ്പയറിങ് വിത്ത് 31st May വെച്ചിട്ട് ആ സ്കൂൾ അങ്ങ് അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ June 1 മുതൽ ആ സ്കൂള് ഓപ്പൺ ചെയ്യുന്നില്ല എന്നർത്ഥം. ദെൻ ടു ദി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത ഓഫീസറുടെ അനുവാദം കൂടാതെ ഈ വിധ കാര്യങ്ങളിലൊന്നും മാനേജർക്ക് അധികാരം ഇല്ല എന്നർത്ഥം. Then in the event of closing down of the school or recognition withdrawn, he shall make over all the records and accounts of the school to such officer as authorized by government. പക്ഷേ ഏതെങ്കിലും നിയന്ത്രണാതീതമായ കാരണങ്ങൾ കൊണ്ടൊരു സ്കൂള് അടച്ചിടേണ്ട ഒരു പരിസ്ഥിതി വരികയാണ് എങ്കിൽ he shall make over all the records and accounts of the school to such officer. അതായത് ബന്ധപ്പെട്ട അധികാരിക്ക് ആ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും എല്ലാ അക്കൗണ്ട്സ് സംബന്ധമായ വിവരങ്ങളും കൈമാറേണ്ടതാണ്. അത് ഗവൺമെൻറ് അനുശാസിക്കും വിധം ആ പ്രവൃത്തി അദ്ദേഹം നിർവഹിക്കേണ്ടതാണ്. Then if he contravenes the above two provisions, he shall be liable to fine. അപ്പോൾ അതായത് ക്ലോസ് ചെയ്തിടാൻ പാടില്ല, അങ്ങനെ ക്ലോസ് ചെയ്തിടേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കണം. ഈ രണ്ട് കാര്യങ്ങളിലും വീഴ്ച വരുത്തിയാൽ he will be fined by government. അദ്ദേഹത്തിന് ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സെക്ഷൻ 8 ഓഫ് ദി ആക്ട് ആണ് റിക്കവറി ഓഫ് എമൗണ്ട്സ് ഡ്യൂ ഫ്രം ദി മാനേജർ. മാനേജറിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും തുക ലഭിക്കാനുണ്ട് എങ്കിൽ അതിൻ്റെ റിക്കവറി എങ്ങനെയാണെന്നാണ്. എനി എമൗണ്ട് ഡ്യൂ അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി സെക്ഷൻ ഫ്രം ദി മാനേജർ ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ മേ ബി റിക്കവേർഡ് ആസ് ആൻ അരിയർ ഓഫ് ലാൻഡ് റവന്യൂ അണ്ടർ ദി RR ആക്ട്. അതായത് ഈ സെക്ഷൻ നിലവിൽ അല്ലെങ്കിൽ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ മാനേജറിൽ നിന്നൊരു എമൗണ്ട് ഗവൺമെൻറ്റിന് ഡ്യൂ ആയിരുന്നു എങ്കിൽ അത് RR ആക്ട് അനുസരിച്ച് റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. ഇഫ് എനി എമൗണ്ട് ഈസ് ഡ്യൂ ഫ്രം ദ മാനേജർ ടുവേർഡ്സ് എനി സാലറി, അരിയേഴ്സ് ഓഫ് സാലറി പേയബിൾ ടു എനി ടീച്ചർ, ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ മേ ഡയറക്റ്റ് ഹിം ടു ഡെപ്പോസിറ്റ് ദി എമൗണ്ട് സോ പേയബിൾ. അതുപോലെ തന്നെ ഈ സെക്ഷൻ നിലവിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും അധ്യാപകർക്കോ അനധ്യാപകർക്കോ മാനേജർ ശമ്പളം കൊടുക്കണം ആയിരുന്നു എങ്കിൽ കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ആ എമൗണ്ട് കൃത്യമായിട്ട് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അദ്ദേഹമായിരിക്കും പിന്നീട് അങ്ങനെയുള്ള പേയ്മെൻറ്റുകൾ നടത്തുക. ആൻഡ് ദ ഡിസ്ട്രിക്ട് മേ ഡെപ്പോസിറ്റ് ദി എമൗണ്ട് സോ പേയബിൾ ആൻഡ് ഓൾ ഫീസ് ആൻഡ് അതർ ഡ്യൂസ് അതർ ദാൻ സ്പെഷ്യൽ ഫീസ് കളക്റ്റഡ് ഫ്രം ദി സ്റ്റുഡൻസ് ഷാൽ ബി മെയ്ഡ് ഓവർ ടു ഗവൺമെൻറ് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ്. അതുപോലെ തന്നെ അതായത് പലതരത്തിലുള്ള ഫീസ്, ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, പലതരത്തിൽ ഫീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓൾ ദ ഫീസ് അതർ ഡ്യൂസ് അതർ ദാൻ സ്പെഷ്യൽ ഫീ, കുട്ടികളിൽ നിന്ന് പിരിച്ച സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീസാണ്. അതൊഴികെ ബാക്കി എല്ലാ ഫീസുകളും ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യാൻ ഈ മാനേജർ ബാധ്യസ്ഥനാണ്. Then section 9, payment from government to aided schools. The government shall pay the salary of all teachers in aided school direct and through the HM of the school. അതായത് എയ്ഡഡ് സ്കൂളുകൾക്ക് 1971 ശേഷം അത് എയ്ഡഡ് സ്കൂളുകൾക്ക് ഡയറക്റ്റ്
ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്നതായിട്ട് നിങ്ങൾക്കറിയാം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഒക്കെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ഗവൺമെൻറ്റാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഗവൺമെൻറ് ഷാൽ പേ ദ സാലറി ഓഫ് ഓൾ ടീച്ചേഴ്സ് ഇൻ എയ്ഡഡ് സ്കൂൾസ് ഡയറക്റ്റ്. ഒന്നുകിൽ അവർക്കിപ്പോൾ സ്പാർക്കൊക്കെ ആയിട്ട് ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് അവരുടെ എല്ലാം സാലറി ബില്ല് ഡ്രോ ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ദ ഗവൺമെൻറ് മേ പേ ടു ദ മാനേജർ എ മെയിൻ്റനൻസ് ഗ്രാറ്റ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ്സ്. ഓരോ സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കുള്ള ഗ്രാൻഡ് അതാത് വർഷം നിശ്ചയിക്കുന്നതും അത് മാനേജർക്ക് ഗവൺമെൻറ് നൽകുന്നതുമാണ്. ദെൻ ദ ഗവൺമെൻറ് മേ മേക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫോർ ദി പർച്ചേസ്, ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് റിപ്പയേഴ്സ് ഓഫ് എനി ലാൻഡ്, ബിൽഡിംഗ് ഓർ എക്യുപ്മെൻറ്റ് ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ. എന്തിനാണ് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്കൂളുകൾക്ക് കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ അതെങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം, എന്താണ് ഗവൺമെൻറ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ്. സോ ദ ഗവൺമെൻറ് മേ മേക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫോർ ദ പർച്ചേസ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പർച്ചേസിന് വേണ്ടിയിട്ട് പിന്നെ എക്യുപ്മെൻറ്റ്സോ ലാബ് എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ സ്കൂളിലെ ലൈബ്രറിയിലേക്കോ. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് റിപ്പയേഴ്സ് ഓഫ് എനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓർ എക്യുപ്മെൻറ്റ് ഓഫ് എനി സ്കൂൾ. ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസിന് വേണ്ടി റിപ്പയേഴ്സിന് വേണ്ടിയാണ് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊടുക്കുന്നതെന്ന് അറിയുക. അടുത്തത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ടീച്ചേഴ്സാണ്. സെക്ഷൻ 10 പറയുന്നത് ദ ഗവൺമെൻറ് ഷാൽ പ്രിസ്ക്രൈബ് ദ ക്വാളിഫിക്കേഷൻസ് ടു ബി പൊസസ്ഡ് ബൈ പേഴ്സൺസ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ടീച്ചേഴ്സ് ഇൻ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ്. അതായത് ഗവൺമെൻറ് സ്കൂളുകളിലും പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെയുള്ള അപ്പോയിൻമെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ദി ലോക്കൽ അതോറിറ്റി മേ മേക്ക് ടെമ്പററി അപ്പോയിൻമെൻറ്റ് ടു എനി ടെമ്പററി വേക്കൻസി ഓഫ് എ ടീച്ചർ അണ്ടർ ഇറ്റ്സ് മാനേജ്മെൻറ്റ് ത്രൂ ദി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സബ്ജക്റ്റ് ടു ദ പ്രിസ്ക്രൈബ്ഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ സ്കൂളുകളിലേക്ക് താൽക്കാലികമായി വരുന്ന ഒഴിവുകളിൽ താൽക്കാലികമായി അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്ന വേളയിൽ പോലും ഈ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ താൽക്കാലിക നിയമനങ്ങൾ പോലും നടത്താൻ പാടുള്ളൂ. അടുത്ത സെക്ഷൻ 11 ആണ്. ദ ടീച്ചേഴ്സ് ഓഫ് എയ്ഡഡ് സ്കൂൾസ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ മാനേജർ ഫ്രം ദോസ് ഹൂ പൊസസ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ. അതായത് എയ്ഡഡ് സ്കൂളുകളിലേക്ക് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള അധികാരം മാനേജർക്കാണ്. പക്ഷേ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഈ തരം അപ്പോയിൻമെൻറ്റുകൾ നടത്താൻ. സച്ച് അപ്പോയിൻമെൻറ്റ് ഷാൽ ബി സബ്ജക്റ്റ് ടു ദ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ലേഡ് ഡൗൺ ബൈ ഗവൺമെൻറ്. അപ്പോൾ ഒരു അധ്യാപക നിയമനത്തിന് ആവശ്യമായിട്ടുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മാത്രമേ എയ്ഡഡ് സ്കൂളുകളിലും അപ്പോയിൻമെൻറ്റ് നടത്താൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വ്യക്തമാണ്. കാരണം ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെൻറ് ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ദെൻ സെക്ഷൻ 12 ദ കണ്ടീഷൻസ് ഓഫ് സർവീസ്, അതായത് പേ, പെൻഷൻ, PF എക്സെട്ര ഓഫ് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ഷാൽ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഗവൺമെൻറ്. അതുപോലെ അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസിനെ ഗവേൺ ചെയ്യുന്നതും ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടായിരിക്കും. അപ്പോൾ അവരുടെ പേ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, പെൻഷൻ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്, PFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് റേറ്റിലായിരിക്കണം, ഈ വിധ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് റൂൾ അനുസരിച്ച് തന്നെയാണ് ഈ പ്രൈവറ്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും പാലിക്കേണ്ടത്. ആൻഡ് നോ ടീച്ചർ ഷാൽ ബി ഡിസ്മിസ്ഡ്, റിമൂവ്ഡ്, റെഡ്യൂസ്ഡ് ഇൻ റാങ്ക് വിത്തൗട്ട് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം കൂടാതെ ടീച്ചേഴ്സിനെ ഡിസ്മിസ് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ റാങ്ക് റെഡ്യൂസ് ചെയ്യാനോ അവരുടെ തസ്തിക താഴ്ത്താനോ ഒന്നും പ്രൈവറ്റ് മാനേജ്മെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുകയില്ല. നോ ടീച്ചർ ഷാൽ ബി പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ exceeding a continuous period of 15 days without a previous sanction of government. അതായത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം കൂടാതെ ഒരു ജീവനക്കാരനെ അധ്യാപകനോ അനധ്യാപകനോ ആവട്ടെ അവരെ 15 ദിവസത്തിൽ കൂടുതൽ കാലത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ അനുവാദം കൂടാതെ സസ്പെൻഷനിൽ നിർത്താനും അധികാരം ഉണ്ടായിരിക്കുകയില്ല.
അടുത്ത ഡിസിപ്ലിനറി പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓവർ ടീച്ചേഴ്സ് ഓഫ് എയ്ഡഡ് സ്കൂൾസ്. എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ മേളിലും ഗവൺമെൻറ്റിന് അധികാരം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സെക്ഷനാണിത്. ദി ഗവൺമെൻറ് or educational officer on behalf of the government shall have power to take disciplinary proceedings against a teacher of an aided school and to impose upon him any penalty as specified in KER. അത് നമ്മൾ KER എടുക്കുമ്പോൾ മനസ്സിലാക്കാം. ഒരു KER അനുസരിച്ചിട്ട് ഒരു അധ്യാപകനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും അയാൾക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ നൽകാനും ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. The government may suspend a teacher of an aided school when disciplinary proceedings are proposed to be taken against him. അതായത് ഏതെങ്കിലും അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും എയ്ഡഡ് സ്കൂളിലെ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. Then the government may intimate the manager of the circumstances requiring such an action and give him reasonable opportunity of taking disciplinary action. അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡിസിപ്ലിൻ കാണിച്ച ഒരു അധ്യാപകനാണ് എങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് മാനേജരോട് ആവശ്യപ്പെടുന്നതാണ്. ആ കാര്യത്തിൽ മാനേജർ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, ഇഫ് ദി മാനേജർ ഫെയിൽസ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, ഇറ്റ് ഷാൽ ബി ഓപ്പൺ ടു ദി ഗവൺമെൻറ് ടു ടേക്ക് സച്ച് എ ഡിസിപ്ലിനറി ആക്ഷൻ അഗൻസ്റ്റ് ദ ടീച്ചർ കൺസേൺ. അപ്പോൾ ആ കാര്യത്തിൽ മാനേജർ എന്തെങ്കിലും ഒരു ലാക്സിറ്റി അല്ലെങ്കിൽ ഒരു വീഴ്ച കാണിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് നേരിട്ട് തന്നെ ആ അധ്യാപകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. Then section 13, absorption teachers on retrenchment. As if retrenchment of teachers is required due to any government orders relating to course of study or scheme of teaching, the manager government shall appoint such teacher as the case may be. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കുറവ് കൊണ്ട് ഫോൾ ഓഫ് ഡിവിഷൻസ് വരികയോ അല്ലെങ്കിൽ അൺഎക്കണോമിക് സ്കൂളായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന കേസുകളിൽ ചിലപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ റീട്രെഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന കേസുകളിൽ അവരെയൊക്കെ, അതായത് ആ കോഴ്സ്, ഇപ്പോൾ ഒരു കോഴ്സ് പർട്ടിക്കുലർ കോഴ്സ് ഇല്ലയെന്ന് വെക്കുകയാണ് ഗവൺമെൻറ്, വേണ്ടാന്ന് വെക്കുകയാണ്, അതുപോലെ ഒരു സ്കീം ഓഫ് ടീച്ചിങ് വേണ്ടാന്ന് വെക്കുക, ഈ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ പറ്റാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ടീച്ചർ. അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ലാതെ അങ്ങനെ സംഭവിച്ചാൽ ഹീ ഷാൽ ബി ഗിവൺ അപ്പോയിൻമെൻറ്റ് ഓഫ് സച്ച് ടീച്ചേഴ്സ് ആസ് ദ കേസ് മേ ബി ഇൻ എ ഗവൺമെൻറ് സ്കൂൾ ഓർ അനദർ എയ്ഡഡ് സ്കൂൾ. ഒന്നിൽ അദ്ദേഹത്തിനെ ഗവൺമെൻറ്റിലേക്ക് തന്നെ അബ്സോർവ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു എയ്ഡഡ് സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ ഉടൻ തന്നെ, അതായത് ആക്ടിൻ്റെ ബാക്കി ശേഷിക്കുന്ന എല്ലാ സെക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് KER എടുക്കും. രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് അക്കൗണ്ട് ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കൊന്നുകൂടി അത് ബ്രഷപ്പ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ബാക്കി KSR മറ്റ് വിഷയങ്ങളിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടെ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.